അപ്പോൾ നാഷണൽ മോത്ത് വീക്ക് 2024 നമ്മൾ എന്താ പറയുക അവസാനിക്കുകയാണെന്ന്. അപ്പോൾ ജസ്റ്റ് നമുക്ക് തുടക്കവും അവസാനവും അതിൻ്റെ ഇടയിൽ ഒരു സെഷനും അത് മാത്രമേ ഈ തവണ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് കൂടുകയും അവരുടെ ഈ ഒരു വർഷത്തിലെ ഈ നിശാശലഭ നിരീക്ഷണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള ഇപ്പോൾ ശാസ്ത്രനാമോ ശാസ്ത്രീയതയോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, പിന്നെ പലരും പല ടെക്നിക്കുകളും പല രീതികളും ഉപയോഗിച്ചിട്ടുണ്ടാവും. സ്ഥലം തിരഞ്ഞെടുക്കുന്നത്, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, അപ്പം അത്തരം കാര്യങ്ങൾ. അതുകൂടാതെ ഒരുപാട് കമ്മ്യൂണിറ്റികളും നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അവര് കമ്മ്യൂണിറ്റി ലെവലിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനെ നമ്മളൊരു കേരളം എന്നുള്ള രീതിയിൽ ഒന്ന് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം ഒരു നിലവിലുള്ള ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, വരും ദിവസങ്ങളിൽ അതിൽ പുതുക്കപ്പെടലുകൾ ഉണ്ടാവും. അപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ നിലവിലുള്ള ആക്ടിവിറ്റീസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനും ഈ കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് KBMN.in എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നമ്മൾ മുമ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്ര സജീവമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ല, പക്ഷെ നമ്മളത് റിവൈവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവന്റുകളുടെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നാഷണൽ മൗത്ത് വീക്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഇവന്റുകൾ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ തവണ അവര് അത് അത്ര ഗൗരവകരമായിട്ട് ഇതിന്റെ ഇന്റർനാഷണൽ ലെവലിൽ കോർഡിനേറ്റ് ചെയ്യുന്നവർ അത് എടുത്തിട്ടില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല ഇവന്റുകളും അവരുടെ മാപ്പിൽ ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇതുകൂടാതെ ഇത്തവണ സോഷ്യൽ മീഡിയ അവരുടെ ഒരു ഏകോപനവും വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവരാകെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഞാൻ 1-2 പേരുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുവരെ അതിൻ്റെ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൂടാതെ അവർക്ക് കുറേയധികം അവരുടെ ഒരു ബ്രോഷർ, പ്രധാനമായിട്ടും ബ്രോഷർ എന്ന് പറയുന്നത് മലയാളത്തിൽ അവരുടെ ഒരു പ്രസ് നോട്ട് പോലെയുള്ളത് നമ്മൾ ഈ തവണ അത് പുതുക്കി കൊടുത്തിരുന്നു. അപ്പൊ അത് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ഡേഷൻ വന്നിട്ടില്ല. പിന്നെ ഒരു പോസ്റ്ററൊക്കെ ചെയ്തിരുന്നു. കുറേ അധികം പരിപാടികളും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പ്രധാനമായിട്ടൊരു മോത്ത് ആർട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അത് ഇതുവരെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ പോലെ ഒരു സംഭവം, രണ്ടിനും സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എനിക്ക് തോന്നണം ഇത് കഴിഞ്ഞിട്ടായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, അതിനുള്ളൊരു പിന്തുണ കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യും. അപ്പൊ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജൂലൈ 19 നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, പ്രധാനമായിട്ടും നമുക്ക് ഈ രംഗത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കൂട്ടായ്മകളായിട്ട് സഹകരിക്കുന്ന ആൾക്കാരെ ഒന്ന് അണിനിരത്തിയിട്ട് എന്താണ് മോത്തിങ്, പുതിയൊരാൾക്ക്, തീരെ ഈ ഒരു മേഖലയിൽ പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വാക്ക് വിത്ത് VC എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അവരുടെ വെബിനാർ സീരീസിന്റെ ഭാഗമായിട്ട് ബാലകൃഷ്ണൻ വളപ്പിൽ സാറിന്റെ ഒരു സെഷൻ, രാപ്പാറ്റകളുടെ ലോകം എന്നുള്ള രീതിയിൽ, അത് കുറച്ച് ലാഗായിട്ടാണ് നടന്നെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതുകൂടാതെ ഓഫ്ലൈനായിട്ട് പല ഇവന്റുകളും നടന്നിട്ടുണ്ട്. ഒന്ന് മഹേഷ് സെന്റ് തോമസ് കോളേജ് അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അതുകൂടാതെ വാക്ക് വിത്ത് VC കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെ അവരൊരു മോത്തിങ് ചലഞ്ച്, അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അവരൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എഫേർട്ട്, ഒരു ഇതായിട്ടുള്ള എഫേർട്ട് അവർ നടത്തുന്നുണ്ടായിരുന്നു.
പല സ്ഥലങ്ങളിലും മോത്ത് നൈറ്റുകൾ അവര് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത്തരം പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ ഒരു കുറിപ്പും അയച്ചു തരികയാണെങ്കിൽ നമുക്കത് കമ്പൈൽ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ആക്കി സൂക്ഷിക്കാം എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ക്വിസ് നടത്തണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മഹേഷാണ് അത് കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റിരുന്നത്. പക്ഷെ അതും നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. പക്ഷെ അതും നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കഴിഞ്ഞാലും മോത്ത് വീക്ക് എന്ന് പറയുന്നത് ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയാണ് ഇതിലെ ഒരു കാര്യം. അപ്പോൾ നമ്മളൊരു മോത്തേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് വളരെ സജീവമായിട്ട് തന്നെ എന്താ പറയാ അത് വളർന്നു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ എന്താ പറയാ ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് നമ്മുടെ പ്രൊജക്ട് പേജിലേക്ക് വരികയാണെങ്കിൽ നിലവില് ഏതാണ്ട് 2500ഓളം ഒബ്സർവേഷൻസ് ആണ് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളത്. അതിലേതാണ്ട് 486 സ്പീഷീസ് ആയിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഇതില് അത് എൻ്റെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പിന്നെ ഒബ്സർവേഴ്സ് 138ഓളം പേരുടെ ഒബ്സർവേഴ്സ് ആയിട്ട് ഈ തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ഭേദപ്പെട്ട രീതിയിലാണ്. 1500ഓളം ഒബ്സർവേഷൻസും 127 ഒബ്സർവേഴ്സും ആണ് ഉണ്ടായിരുന്നത്. വെറും 200-300ഓളം സ്പീഷീസേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് ഈ വർഷത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഐനാച്ചുറലിസ്റ്റിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയും അത് അവിടെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വരും വർഷങ്ങളിൽ നമ്മൾക്ക് ഇനിയും നമ്മുടെ സുഹൃത്തുക്കളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരികയും നമുക്ക് ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അത് ഇനി ഓരോരുത്തരത് ടേക്ക് ഓവർ ചെയ്യായിരിക്കും നന്നായിരിക്കുക. ഓക്കെ, ഞാനത് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. ആരെങ്കിലും ഒരാൾ തുടങ്ങുകയാണെങ്കിൽ നന്നായി. അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ഒരു കോർഡിനേഷൻ ഏറ്റെടുക്കുമോ? അതായിരിക്കും നന്നായിരിക്കുക തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ മാത്രം സംസാരിക്കുന്ന രീതിയിലായിരിക്കും. അത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ദീപ ഡോക്ടറോ കിരണോ ഒന്ന് ടേക്ക് ഓവർ ചെയ്യോ? മനോജ്, എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പുറത്ത് ആരും പരിചയമില്ല, അതാണ് പ്രശ്നം. കുറച്ചുപേരെ ലക്ഷ്മിനെ അറിയാം, അങ്ങനെയൊക്കെ ഉള്ളു. ഓക്കെ, അല്ല അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഓരോരുത്തരൊന്ന് അവരുടെ ഈ ഒരു മൊത്തമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വർഷത്തിലുണ്ടായ ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. മാക്സിമം ഒരു 3-5 മിനിറ്റ്, അതിലധികം എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡോക്ടർ തന്നെ സ്റ്റാർട്ട് ചെയ്യായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞാനതിന് പിന്നെ വളരെ ചെറിയൊരു ഇത് പറയാം. അതായത് പിന്നെ വാക്ക് വിത്ത് VC കമ്മ്യൂണിറ്റി ഈ വർഷം പിന്നെ മോത്ത് വീക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ തന്നെ ഇപ്പോൾ കേരള മോത്ത് വീക്കിന്റെ എല്ലാ ആക്ടിവിറ്റിയിലും നമ്മുടെ ആളുകളും അംഗങ്ങളെയും പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൽ കൂടാതെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ 1-2 ഒബ്സർവേഷൻ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പോലും ഒരു മോട്ടിവേഷൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെ ഒരു പിന്നെ ഒരു ചാലഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചെറിയൊരു പിന്നെ ഗിഫ്റ്റ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ സാധാരണഗതിയിൽ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു 4-5 പേര് വളരെ ആവേശത്തോടു കൂടി പിന്നെ നല്ല രസമായിട്ട് പിന്നെ ഒബ്സർവേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയി. ഏതായാലും ഒരു 600 ഒബ്സർവേഷനോളം ഇപ്പൊ നമ്മുടെ വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കയറാനുണ്ടാവും. 23 പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ നല്ലൊരു പിന്നെ ഒരു എഫേർട്ട് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടേക്ക്
കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. അതൊക്കെ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലൊരു എഫേർട്ട് തന്നെയായിരുന്നു അത്. താങ്ക് യു. ഇതിലിപ്പോ പിന്നെ അശ്വഘോഷ് ഒരു 7ാം ക്ലാസ്സുകാരനാണ്. അതുപോലെ പിന്നെ സ്നേഹ പിന്നെ ഒരു അധ്യാപികയാണ്, കോളേജ് അധ്യാപികയാണ്. അങ്ങനെ എല്ലാ പിന്നെ വളരെ പിന്നെ ഡിഫറെന്റ് സ്പെക്ട്രത്തിന്റെ ഡിഫറെന്റ് എൻഡിലുള്ള ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു സയ്യിദ് ഒന്ന് പറയോ? ലീഡർ ബോർഡിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഡേവിഡും വരുന്നു വിചാരിക്കുന്നു. ഡേവിഡും നല്ല രീതിയിൽ അവിടെ അവരുടെ സ്ഥാപനത്തിൽ സ്ക്രീൻ വെക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സയ്യിദ് ഒന്ന്. ഹലോ, നമസ്കാരം. ഒന്ന് സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു, കാരണം പലർക്കും പരസ്പരം പരിചയം ഉണ്ടാവില്ല. ഓക്കെ, എന്റെ പേര് സയ്യിദ്. ഞാൻ MSc എൻവയോൺമെന്റൽ സയൻസ് കഴിഞ്ഞാണ്. ഇപ്പോൾ ഇതുവരെ പുറത്തായിരുന്നു, രാജസ്ഥാനിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷമാണ് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ലോക്ക്ഡൗൺ ടൈമിൽ നാട്ടിൽ ഒരു പ്രാവശ്യം മോത്ത് വീക്കിന് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ശരിക്ക് അതിലെത്തിയതിന് ശേഷം ശരിക്കും മോത്ത് വീക്ക് നാട്ടിൽ ചെയ്യുന്നത് ഈ ഒരു വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല ഉഷാറായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി വയനാട് വൈൽഡ് എന്ന് പറഞ്ഞ നമ്മളൊരു പ്രോപ്പർട്ടിയിൽ റിസോർട്ടിൽ നാച്ചുറലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറ്. ഇപ്പോൾ ഡേവിഡ് സാറാണ് ഇവിടുത്തെ GM, ജനറൽ മാനേജർ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മളെ മോത്ത് വീക്ക് വരുന്നുണ്ട്, നമുക്ക് ഒന്ന് ഉഷാറാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഈ ഡേവിഡ് സാറും അതുപോലെ തന്നെ നമ്മളുടെ HOD ഉമേഷ് സാറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു കോട്ടേജ് തന്നെ നമുക്കായിട്ട് തരിക ചെയ്തത്. അപ്പോൾ പല ദിവസങ്ങളിൽ അതുപോലെ മാറി മാറി പല സ്ഥലത്ത് സ്ക്രീൻ വെക്കാനും ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി കൂടാതെ ഈ നൈറ്റ് ഞാൻ ഫുള്ള് മോത്ത് സ്ക്രീനിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം പകൽ എനിക്ക് ഉറങ്ങാനും ശേഷം 1 മണിക്ക് എനിക്ക് ഡ്യൂട്ടി കയറിയാൽ മതി. അങ്ങനെ അത്രയും ഫ്ലെക്സിബിൾ ആക്കി തന്നു ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ 2 ആക്നെ ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മോത്ത് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എല്ലാ പ്രാവശ്യവും മോത്തിങ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഏറ്റവും നല്ല സ്ഥലം എനിക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ആളുകളും കിട്ടാറുണ്ട്. ആ രാത്രി നമ്മൾ ഒന്നിച്ച് ചിലവഴിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇമോഷണലി ആയാലും ഒക്കെ എല്ലാ തരത്തിലും ഒരു പ്രത്യേക ഒരു അനുഭൂതി എനിക്ക് ആ സമയത്ത് കിട്ടാറുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാൻ വയനാട്ടിലായിരുന്നു, ലക്കിടിയിലായിരുന്നു. അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മോത്ത് സ്ക്രീൻ ചെയ്തത്. അപ്പോൾ ആക്ച്വലി 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും പിന്നെ നമ്മളുടെ റിസോർട്ടിനായിട്ട് വേറെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വയനാട് വേൾഡിൻ്റെ അക്കൗണ്ട് നിങ്ങൾ പേജിൽ ലീഡർ ബോർഡിൽ കാണുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ HOD വേറെ സർവേക്ക് പോയി. അപ്പോൾ അതിനുശേഷം 2 അക്കൗണ്ട് ഞാനായിരുന്നു ഇപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെത്ത് ഫെൻഡിങ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ HOD പറഞ്ഞു ഇത് ബട്ടർഫ്ലൈസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബിഹേവിയർ ആണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രിഡേറ്റർ ഒക്കെ വരുന്ന സമയത്ത് ഈ മോത്ത് എന്താ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ആക്കുകയായിരുന്നു, പെട്ടെന്ന് ഇതങ്ങ് വളഞ്ഞിട്ട് അതിന്റെ അബ്ഡമൻ തിരിച്ച് ചിറകൊക്കെ മടക്കി ഒരു ചത്താൽ ഒരു മോത്ത് എങ്ങനെയാണോ കിടക്കുക അതുപോലെ അങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് നമ്മുടെ HOD അത്ഭുതപ്പെട്ടു, ഇതാണ് ഡെത്ത് ഫെൻഡിങ് എന്ന് പറയുന്ന ബിഹേവിയർ. ഇങ്ങനെ പ്രിഡേറ്റേഴ്സ് ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അത്രയും അടിപൊളിയായിട്ട് അത്രയും നേരം ആക്റ്റീവ് ആയിരുന്ന സാധനം കുറച്ച് നിമിഷത്തേക്ക് പിന്നെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആള് കൂളായിട്ട് ഒരു ചാടിയൊരു എണീക്കല്, എന്നിട്ട് പിന്നെ ആക്റ്റീവായിട്ട് പിന്നെ തിരിച്ച് സ്ക്രീനിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഡേവിഡ് സാറിൻ്റെ കൂടെയും പിന്നെ ഉമേഷ് സാറിൻ്റെ കൂടെയൊക്കെ മോത്തിങ് ചെയ്യാൻ പറ്റി. അതായിരുന്നു ഈ വർഷത്തെ എൻ്റെ ഏറ്റവും നല്ലൊരു അനുഭവം. താങ്ക് യു. താങ്ക്സ് ചെയ്ത്. അത് എനിക്ക് തോന്നുന്നു മൊത്തത്തിലുള്ള കേരളത്തിലെ സംഗതിയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു തുടക്കം തൊട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ അത് ഉപകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. ഹലോ മനോജ്,
ഞാൻ എറണാകുളത്താണ്. ഞാൻ ലക്ഷ്മി. ഞാൻ കാര്യമായിട്ട് അങ്ങനെ മോത്തിന്റെ ഇതിലൊരു എക്സ്പേർട്ട് ഒന്നും അല്ല. പക്ഷേ മോത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഒരു 2 വർഷം ആവുന്നു. അപ്പൊ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അതിനെ വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ റെയർ ചെയ്യാൻ വരെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഏറ്റവും തുടക്കം വളപ്പിൽ സാറിന്റെ ഒരു കക്കാടം പോയില്ലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ലെപ്പിഡോപ്റ്ററ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്യാമ്പ്. അതിന് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ ഇതിന്റെ ഒരു സാധ്യത, ഇതിന്റെ ഒരു വെറൈറ്റി എത്രയുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പിക്ചർ എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. കാരണം ആ ചെറിയ പിക്ചർ എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ശേഷം വയനാട് വീണ്ടും സാറിന്റെ തന്നെ വളപ്പിൽ സാറും വി സി സാറും രണ്ടുപേരുടെയും കൂടെ ആയിട്ടാണ് ഈ 2 ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. വയനാടുള്ള രണ്ടാമത്തെ ക്യാമ്പിനാണ് ആദ്യത്തെക്കാളും ഒരു വലിയൊരു ഇമ്പാക്ട് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മോത്ത് സബ്ജക്റ്റില്. അപ്പൊ അവരുടെ ക്ലാസ്സസും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ക്യാമ്പിനാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയിരുന്നു. അതോടെ ഞാനും എൻ്റെ കുട്ടികളും അതിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. ഇതുപോലെ മോത്ത് വീക്ക് പ്രത്യേകിച്ച് ഞങ്ങള് ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഈ ഒരു 2 വർഷം ഒന്നും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്തൊരു ഓൾട്ടർനേറ്റ് സ്കൂൾ ഉണ്ട് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഭൂമി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഞങ്ങള് ഇതിനെപ്പറ്റി സംസാരിക്കുകയും നമുക്ക് ഇവിടെ ഒരു മോത്ത് സ്ക്രീൻ ചെയ്താലോ, നമുക്ക് ഇവിടെ ഉള്ള മോത്തുകൾ ഏതൊക്കെയാണെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോ കുട്ടികളും കുറച്ച് ത്രിൽഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ അത്ര ഒരു എന്താ പറയാ ഒരു എക്സ്പേർട്ട് എന്നൊന്നും പറയാനോ അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അധികം ധാരണയില്ലാത്തത് കൊണ്ട് ഞാൻ മഹേഷിനെയും പിന്നെ അശ്വിൻ, 2 അശ്വിൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു 3-4 കുട്ടികൾ, അവര് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരും എന്നെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇന്നലെ രാത്രിയാണ് അവിടെ മോത്ത് സ്ക്രീൻ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ കുറച്ച് ഫാമിലീസും ഉണ്ടായിരുന്നു. ഭൂമിയിൽ ഭാഗമായിട്ടുള്ള 2-3 ഫാമിലീസും പിന്നെ ഈ കുട്ടികളും. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ രാത്രി ഫുള്ള് ഇത് നോക്കി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ഇനി ആര് വരും എന്നുള്ള ആന്റിസിപ്പേഷൻ, ഇതെല്ലാം വളരെ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളടക്കം ഞങ്ങളെല്ലാവരും 4 മണി വരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ 4 മണിക്കൊരു ഗംഭീര മഴ ആണ് അവസാനം. അത് ഞങ്ങള് മതി, ഇന്നത്തേക്ക് ഇനി പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തത് മഴ കാരണമാണ്. പിന്നെ ഒരു 2 മണിക്കൂർ ഉറങ്ങുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ മോത്ത് സ്ക്രീൻ എക്സ്പീരിയൻസ്. ഞങ്ങക്ക് അധികമൊന്നും വലിയ മോത്തുകള് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പേരുകൾ എടുത്ത് പറയാൻ അറിയില്ല. എന്നാൽ പോലും ഒരു 10 സ്പീഷീസോളം വലിയ മോത്തുകൾ ഉണ്ടെങ്കിൽ അതില് ഒരു 4 ഇരട്ടിയായിരുന്നു മൈക്രോമോത്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ കൂടുതലും ഇതുപോലെ വളരെ മൈക്രോ അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒന്നിനെയും വെറുതെ വിട്ടില്ല, എല്ലാത്തിനെയും നിരത്തി പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അടുത്ത കടമ്പ. അപ്പൊ അടുത്തത് ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം മൈനാച്ചുറലിസ്റ്റിൽ എന്ന് വിചാരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ തവണ അതാണ് മോത്തിങ്ങില്. ലക്ഷ്മി, നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായി. പെട്ടെന്ന് ഒരു മിനിറ്റ് അല്ലേ? മറ്റേ ഓക്കെ. ഗ്രാസ് ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്. യെസ്, അതെ. ഇതൊരു ഈ മോത്ത് സ്ക്രീൻ ഭൂമിയിലെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ് സ്പേസ് ആണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഈ മോത്ത് സ്ക്രീൻ ചെയ്യാൻ തന്നെ കാരണം
കുട്ടികളിൽ കൂടുതലും ഈ ഈ ബയോഡൈവേഴ്സിറ്റിയെ ഒബ്സർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നേയും കുറെ ബട്ടർഫ്ലൈ പ്രോജക്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാനും കിരൺ കണ്ണൻ അബുദാബിയിലുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ ഗ്രാസ് ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിസൺ സയൻസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളില് ഈ കുട്ടികളിലും മുതിർന്നവരിലും ഈ നമ്മുടെ ചുറ്റിനുമുള്ള ബയോഡൈവേഴ്സിറ്റിയെ ഒബ്സർവ് ചെയ്യാനും അതിനെ എങ്ങനെയാണ് അതിനെ വാച്ച് ചെയ്ത് ഒരു ഒബ്സർവേഷൻ ആക്കുന്നതും അതിനെ ഒരു വാലിഡ് ഡാറ്റയാക്കി മാറ്റാൻ ഇപ്പൊ ഐനാച്ചുറലിസ്റ്റ് പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് അത് മാറ്റുന്നത് എന്നുള്ള ആ ഒരു എന്താ പറയാ അതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ്സ് കൊടുക്കുക എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഞങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അതിപ്പോ ഒരുപാട് നാളായി ഞങ്ങൾ ഓൺലൈനും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് നടത്താറുണ്ട്. അപ്പോൾ ഭൂമിയിലെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ അവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് ഫിസിക്കലി അവിടെ പ്രസന്റ് ആയതുകൊണ്ട് എപ്പോഴും കുട്ടികൾ നേച്ചറായിട്ട് വളരെ ഇന്റർവൈൻഡ് ആണ്. അപ്പോൾ ഡെയിലി നേച്ചർ വാക്ക് എന്നുള്ള ഒരു പരിപാടി ഞങ്ങളുടെ കരിക്കുലത്തിലുള്ളതാണ്. അപ്പൊ കുട്ടികളുമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഞങ്ങളൊന്ന് നടന്ന് ചുറ്റുപാടുമുള്ള ജീവികളെയൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഈ ഗ്രാസ് ബ്ലൂസിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ തന്നെ പേരിലാണ് ഈ മോത്ത് സ്ക്രീനും ഞങ്ങൾ ഇത്തവണ ചെയ്തത്. ഓക്കെ, ഞാൻ അലനെ വിളിക്കാൻ നിൽക്കായിരുന്നു. അലൻ ലെഫ്റ്റായി. അലന് നാളെ പരീക്ഷയാണെന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് രാജേഷ് ആർ.കെ ഒന്ന് സംസാരിച്ചാൽ നന്നായി. എൻ്റെ പേര് രാജേഷ്. ഞാൻ മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഈ വിഷയവുമായി ജൈവ വൈവിധ്യങ്ങളുമായി അധികം ബന്ധമില്ലാത്ത വിഷയമാണ് കൈകാര്യം ചെയ്തത്. പൊളിറ്റിക്കൽ സയൻസ് ആണ് എൻ്റെ വിഷയം. ഇതുപോലുള്ള ഒരു പ്രോഗ്രാം വാക്ക് വിത്ത് VC കമ്മ്യൂണിറ്റി നടത്തുന്ന ധാരാളം പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് കൂടുതലായി ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായി അടുത്തു വന്നിട്ടുള്ളത്. 2009-10 ആണ് VC ബാലകൃഷ്ണേട്ടനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ഒരു പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാതമംഗലം സ്കൂളിലേക്ക് എത്തിയപ്പോൾ പ്രഭാകരൻ മാസ്റ്റർ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനായിട്ടുള്ള പ്രഭാകരൻ മാഷുമായി ചേർന്നിട്ടാണ് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരുന്നത്. എന്തായാലും ഈ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ ചുറ്റുമുള്ള ജന്തു ജീവജാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രചോദനം എന്തായാലും വാക്ക് വിത്ത് VCയുമായി ചേർന്നിട്ട് തന്നെയാണ്. അതിനുള്ള നന്ദി ടീമിൻ്റെ ലീഡർ VCയോടൊപ്പം എല്ലാവരോടും അറിയിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത്തരം ചലഞ്ചുകളാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇത് പഠിക്കാനും കൂടുതൽ ചിത്രങ്ങൾ എടുക്കാനും പോസ്റ്റ് ചെയ്യാനുമുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കിയ ആളുകളെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ മോത്ത് നിരീക്ഷണം നടത്തിയത് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന മോത്തുകളെയും അതോടൊപ്പം തൊട്ട അയൽവക്കത്തെ വീട്ടിലുള്ള പോയിട്ട് നിരീക്ഷിച്ചിട്ടുമാണ് ഞാൻ ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഐനാച്ചുറൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ പൂമ്പാറ്റകളെയും മറ്റും ചിത്രങ്ങൾ എടുക്കുന്നത് അയൽവക്കക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അവർ പുതുതായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ അപ്പോൾ തന്നെ വിളിക്കും. അപ്പോൾ അതിലൂടെയാണ് കുറേ ഫോട്ടോകൾ ഞാനിങ്ങനെ എടുത്ത് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുന്നതോറും അതിനോടുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചിന്ത, അത് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഞാനിത് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഭാര്യ ഇപ്പോൾ ലൈറ്റിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുന്നുണ്ട്, പുതുതായി എന്തെങ്കിലും വരുന്നുണ്ടോന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് 94-95 എണ്ണത്തിനെയാണ് ഫോട്ടോ എടുത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ
അത്ര തന്നെ എത്തുമെന്ന് യാതൊരു ചിന്തയും എനിക്ക് ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഇതൊരു നല്ല അനുഭവമാണ്. കുറേ പുതിയ നമ്മൾ ചുറ്റുപാടും ശ്രദ്ധിക്കാതെ പോകുന്ന അനേകം വൈവിധ്യങ്ങളെ തിരിച്ചറിയാനും പഠിക്കാനും കിട്ടുന്ന ഒരു അവസരമായിട്ട് തന്നെ ഞാൻ ഇതിൽ കാണുന്നു. സന്തോഷം. ആസ്റ്റിൻ അജിത്ത് സംസാരിക്കോ? Okay, so hi everyone, I'm Austin Ajit. I'm 11 years old. Now, I love animals in nature, but till now I didn't really notice moths and butterflies yet. So, only I began noticing the moths and butterflies like 1 month back or something, when a big convolvulus hawk moth flew into my house. Then only I began noticing all the moths around me. So, thanks to the Walk with VC moth challenge, now I'm noticing a lot more moths around me. Let it be small ones or big ones, or very colorful ones or duller ones. So, moths are really interesting. They're everywhere. You just have to look for them. So, I've seen quite a few species of moths. I've also seen the caterpillars. No, really, I haven't noticed them. I've seen a lot of caterpillars, but I didn't really look at them until now. But now I'm seeing so many new species, like Olepa insini and my convolvulus hawk moth, my favorite one, and also a footman moth recently, just yesterday. So I think we all should go outside in our gardens and look for moths and other insects and see them, because if no one looks at them, no one will see the true beauty hidden in them. Because there is beauty in these small creatures everywhere if you look for it. So, thank you. താങ്ക് യു. അശ്വഘോഷ് ഒന്ന് സംസാരിക്കോ? എൻ്റെ പേര് അശോക് സിയാർ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എനിക്കിവിടെ മോത്തുകൾ ലഭിച്ചത് വളരെ കുറവായിരുന്നു. ഞാൻ മോത്ത് ചലഞ്ചിൽ എനിക്കാകെ 10 ഒബ്സർവേഷൻസ് ഇടാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ ചിലതെന്ന് പറയുന്നത് ഒലേപ്പാരസിനി, ജീനസ് സസാഡയിൽ വരുന്ന ഒരെണ്ണം, ജീനസ് അനുഗയിൽ വരുന്നത്, പിന്നെ ബ്ലൂ സ്പോട്ടഡ് ഫോറസ്റ്റർ മോത്ത്, ബ്രൗൺ സ്ട്രൈപ്ഡ് സെമി ലൂപ്പർ എന്നിവയൊക്കെയാണ്. ഞങ്ങള് സാധാരണ ഒരു ദിവസമാണെങ്കിൽ ഞങ്ങള് സാധാ ലൈറ്റിൽ തന്നെ 5-6 മോത്തുകൾ വരാറുണ്ടായിരുന്നു. പക്ഷെ ഈ മോത്ത് വീക്ക് തുടങ്ങിയതിന് ശേഷം ഒരു മോത്തുകളും വന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു മോത്ത് സ്ക്രീനിങ് നടത്തി. ശരിക്കും ഒരു മോത്ത് സ്ക്രീനിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വീട്ടിലുള്ള ബൾബുകളും മറ്റും വെച്ചിട്ട് ഒരു മോത്ത് സ്ക്രീനിങ് ഒരുക്കി. അതിലടക്കം വന്നത് ഈ 10 അല്ല, ഇതില് 8 സ്പീഷീസിൽപ്പെട്ട മോത്തുകളെ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മോത്ത് സ്ക്രീനിങ് നടത്തുന്ന സമയത്ത് നല്ല മഴ പെയ്യുകയായിരുന്നു പുറത്ത്. അതുകൊണ്ടായിരിക്കും മോത്തുകൾ വരാത്തെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങളെ മുമ്പിൽ വലിയൊരു കാട് പോലെ നിറച്ച ഇലകളാണ്. അപ്പം ഈ മോത്തുകളെല്ലാം ഇലേന്റെ അടിയിൽ തന്നെ ഷെൽട്ടർ നേടിയിട്ടുണ്ടാവും. ഇത്രയൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നന്ദി. താങ്ക് യു അശ്വഘോഷ്. അലക്സ് ഒന്ന് ടേക്ക് ഓവർ ചെയ്യോ? ഹലോ മനോജ് ചേട്ടാ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, പ്രാവശ്യത്തെ നാഷണൽ മോത്ത് വീക്ക് തുടക്കത്തിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എനിക്ക് കാര്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിച്ചുള്ളൂ. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ന്യൂ മൂണിന്റെ ആ ഒരു ഫേസ് അങ്ങോട്ട് കഴിഞ്ഞ് ആകാശം ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ബിസി ആയിപ്പോയി. പക്ഷെ എന്നാലും ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 2-3 തവണ സ്ക്രീൻ വെച്ചു. 2 തവണ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. കുറച്ച് ആവശ്യത്തിന് കളക്ഷനൊക്കെ കിട്ടി. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് മോത്സിന്റെ എണ്ണം കൂടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത്, ഞാന്, രഞ്ജിത്തേട്ടൻ, സന്തോഷേട്ടൻ, അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് മലയാറ്റൂരടുത്ത് കോടനാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു നൈറ്റ് സ്ക്രീൻ സെറ്റപ്പ് ചെയ്തു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഫുൾ മൂൺ ഡേയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഫുൾ മൂൺ ഡേ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അന്നത്തെ കളക്ഷൻ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും ഒരു മിന്നായം പോലെ ഞങ്ങൾ അറ്റ്ലസ് മോത്തിനെ കണ്ടു.
ഒരു 2 വട്ടം അതൊരു സത്യം പറഞ്ഞ ഒരു വലിയൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ സ്ക്രീനിൽ വന്നിരുന്നില്ല, എന്നാൽ തന്നെ ഒരു വവ്വാലൊക്കെ പറന്നു വരുന്ന പോലെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചിറകിട്ടടിച്ച് പറന്നു വന്ന് ഞാൻ ഒരു വട്ടം മുന്നിൽ കൂടെ പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ഒന്ന് പോയി. പക്ഷേ ഫോട്ടോ ഒന്നും കിട്ടിയില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് വിട്ടേക്കുന്നു. എനിവേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ടോട്ടൽ ഇതുവരെ എനിക്ക് എൻ്റെ ഒബ്സർവേഷൻസ് എല്ലാം ഞാൻ അതിനായിട്ട് അപ്ലോഡ് ചെയ്തു. ഒന്നും സ്പീഷീസ് ലെവൽ ഐഡി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 300ൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഉണ്ട്. ഇനിയിപ്പം സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു സൈഡിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങണം. എന്തായാലും ഒരു 100-150ഓളം സ്പീഷീസ് ഉണ്ടാകും. എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 150ഓളം ഡിഫറെന്റ് മോത്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം സമയം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് കുറച്ചുകൂടെ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സ്ക്രീൻ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു മോത്തിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടുത്തത് ഷമി നാരായണൻ. ഹായ് മനു, പിന്നെ താങ്ക് യു. ഇപ്പോ എനിക്ക് മോത്തിങ് എക്സ്പീരിയൻസിന്റെ എന്താ പറയാ, ഈ ബട്ടർഫ്ലൈസ് ആണെങ്കിലും ഇതിനൊക്കെ നിരീക്ഷിച്ച് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു. മനോജാണ് എന്നെ ഈ ഒരു ഐനാറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇതിന്റെ സാധ്യതകളും ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതെല്ലാം പഠനത്. ഓൺലി വൺ ആൻഡ് ഓൺലി പോയിന്റ് അല്ലെങ്കിൽ പേഴ്സൺ എനിക്ക് പറയാനുള്ളത് മനോജ് മാത്രമാണ്. ഓൾവേസ് ഇൻസ്പയറിങ്, ഓൾവേസ് ഇൻഫോമിങ്, എല്ലാം ആണെങ്കിലും എങ്ങനെയാണെങ്കിലും മനോജാണ് എപ്പോഴും ഇതിൽ എന്നെങ്ങനെ എന്താ പറയാ കൊണ്ട് ഈ ഒരു ഇതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അവന്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ വയനാട്ടിലാണ്. അപ്പോ വയനാട്ടില് മോത്തിങ്ങിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ മോത്ത് വീക്കില് എനിക്ക് വളരെ കുറഞ്ഞ് ഇതേ എനിക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻസ്. പിന്നെ അവിടെ മോത്ത് സ്ക്രീൻ ഒക്കെ ചെയ്ത് അതിന്റെ ഒരു ടെക്നിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആക്ച്വലി ഞാനൊരു പിന്നെ എന്താ പറയാ ഈ മോത്തിങ്ങിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാമ്പിലോ ഒന്നിലും എനിക്ക് പങ്കെടുക്കാത്തതിനെ കൊണ്ട് അതിന്റെ ഒരു ഐഡിയയും അത്ര കാര്യമായിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതില് ഈ സ്ക്രീനൊക്കെ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ലൈറ്റ് ആണ്, അതിനെന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇനി വരുന്ന ഏതെങ്കിലും ഒരു അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മോത്തിങ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അവർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിലൊക്കെ ഇവിടെയും എനിക്കും കുറെ കാര്യം. ഞാൻ സിംഗിള് ഒറ്റയ്ക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ തന്നെ കുറെ കൂടുതൽ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡൈവേഴ്സിറ്റി എത്ര മോഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുറേം കൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം എനിക്കും പറഞ്ഞ പോലെ വളരെ കുറച്ച് സ്പീഷീസേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും പിന്നെ ഇപ്പൊ ഈ എന്താ പറയാ അറ്റ്ലസ് മോത്ത് അങ്ങനെയുള്ള വലിയ ആൾക്കാരൊന്നും എൻ്റെ സ്ക്രീനിലും വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറെ സ്ക്രീനിൽ എടുത്ത ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ വളരെ ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു സ്ക്രീനൊക്കെ ചെയ്തിട്ട് കുറെ മോഡ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ഇത് ഇങ്ങനെ സ്വപ്നം കാണാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതില് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ ആ ടെക്നീക്സും അത് ചെയ്യേണ്ട രീതികളൊക്കെ ഒന്ന് പിന്നെ വിവരിച്ചിട്ടുള്ള ഒരു രീതി ഇൻ ദ ഡേയ്സ് ടു കം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ എന്തായാലും താങ്ക്സ് മനോജ്, എപ്പോഴും ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഇൻസ്പയർ ചെയ്യുന്നതിനും പിന്നെ ഇതാക്കുന്നതിനൊക്കെ. പിന്നെ ബാക്കി എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ അഭിനന്ദനങ്ങൾ. നമ്മളെ ചുറ്റുമുള്ള എന്താ പറയാ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിന്റെ ആ ഒരു ഭംഗിയും അതിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ഇതാണ്. പിന്നെ ബാക്കിയുള്ള അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നോളജബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ അതിൽ വന്നിട്ട് അവരതിനെക്കുറിച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടാനുണ്ടാവും. അപ്പൊ നമ്മളിതിലൊരു ആസ് എ കോമൺ സിറ്റിസൺ നമ്മളെ മുന്നിൽ കണ്ട ഒബ്സർവേഷൻസ് ഈ ഒരു പിന്നെ ഐനാറ്റ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ കുറെ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഓരോ മോത്ത് വീക്കിലും ആ വീക്ക് ഫുള്ളായിട്ട് എൻഗേജ് ആവാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് പറ്റി. പക്ഷെ ഈ പ്രാവശ്യം നമ്പർ ഓഫ് മോത്ത്സ് വളരെ കുറവായിരുന്നു. അത് തന്നെയാണ് കുറച്ചൊരു ചെറിയൊരു സങ്കടം. എന്തായാലും മനോജുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം എങ്ങനെയാണെങ്കിൽ റോക്ക് ചെയ്യണം.
കുറെ കൂടുതൽ മോത്സിനെ ആക്കണം. കാര്യം വയനാട്ടിൽ ലക്കിടി എന്നൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു നല്ലൊരു ഇതാണ്, ഒരു അറിവാണ്. അപ്പൊ എന്തായാലും എൻ്റെ ഈ ഒരു ഭാഗത്തും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതിനൊരു ശാസ്ത്രീയമായിട്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയിട്ട് എങ്ങനെ സ്ക്രീൻ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അടുത്ത വർഷം നല്ലപോലെ ഒരു മോത്തിങ് നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക്സ്. താങ്ക്സ് ഷമിയേട്ടാ. ഷമിയേട്ടൻ ഇവിടെ ഏഴിമല എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ തുടങ്ങി ഇത്തരം സംഗതികളെ കുറിച്ചുള്ള താല്പര്യം സ്വയമേതായിട്ടുള്ള ഒരാളാണ് ഷമിയേട്ടൻ. എനിക്ക് തോന്നുന്നു 5 വർഷത്തോളമായി സ്ഥിരമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷത്തിൽ അതിലുണ്ടായിട്ടുള്ളൊരു മാറ്റമൊക്കെ നമുക്ക് അത് സ്വയം അത് പറയാൻ ഉള്ളൊരു അനുഭവം ഉള്ളൊരാൾ കൂടിയാണ്. അതെ, ഞാൻ രഞ്ജിത്ത് മാഷെ വിളിക്കുകയാണ്. മാഷ് ഈ തവണ ബമ്പർ എന്താ പറയാ ഒബ്സർവേഷൻസ് ഷെയർ ചെയ്ത ആളുകളാണ്. മാഷിന്റെ ഒരു അനുഭവം എന്തായാലും ഉപകരിക്കും തോന്നുന്നു. നമസ്കാരം, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എൻ്റെ പേര് രഞ്ജിത്ത്. സ്വദേശം കോട്ടയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കോതമംഗലത്ത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം നാഷണൽ മോത്ത് വീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 സ്ഥലത്ത് മെയിനായിട്ട് മോത്ത് സ്ക്രീൻ ചെയ്തായിരുന്നു. ആദ്യം മലയാറ്റൂരിനടുത്ത് അലൻ നേരത്തെ സംസാരിച്ചല്ലോ, അത് ആ സ്ഥലത്താണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അന്ന് കുറച്ച് പ്രതികൂലമായിട്ടുള്ളൊരു മൂണിന്റെ ലൈറ്റ് കൂടുതലായിരുന്നത് കൊണ്ട് നമുക്ക് അധികം ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഒരു അറൗണ്ട് 85 സ്പീഷീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇൻഡിവിജ്വൽസിന്റെ എണ്ണവും വളരെ കുറവായിരുന്നു. അതേസമയം ഇന്നലെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചെയ്തു. ഇടുക്കി ജില്ലയിൽ ചെപ്പുകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്നലെ പോയി മോത്ത് സ്ക്രീൻ സെറ്റ് ചെയ്തത്. അത് നല്ലൊരു നല്ല ഹൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഓപ്പൺ ഏരിയ. അവിടെ നിന്ന് താഴേക്ക് നല്ല വാലി നന്നായിട്ട് കാണാം. അപ്പം താഴെയുള്ള ആ പച്ചപ്പുകളെല്ലാം നല്ല സ്ക്രീനിലേക്ക് കാണാവുന്ന രീതിയിലാണ് ആ ലൊക്കേഷൻ ഇരിക്കുന്നത്. അപ്പം അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു പോയിന്റ് എന്നാണ് വളപ്പിൽ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനൊരു പോയിന്റിൽ നമ്മൾ സ്ക്രീൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻ കിട്ടുമെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനൊരു ലൊക്കേഷൻ നോക്കിയാണ് പോയത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. അതായത് മോസ്കിറ്റോ ഈ അട്രാക്ട് ചെയ്യുന്ന ഒരു മെഷ് ഒക്കെ ഉള്ളൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്യൂബ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ്. അത് നമുക്ക് കണ്ണിന് പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പൊ ആ ലൈറ്റിലേക്കാണ് കൂടുതലും ഈ മോത്തുകൾ നന്നായിട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അത് നല്ല എഫക്റ്റ് ആണത്. കാരണം അതിന്റെ കൂടെ നമ്മൾ സാധാരണ ട്യൂബ് ലൈറ്റ് വെച്ചാൽ പോലും ആ ട്യൂബ് ലൈറ്റിൽ പോകുന്ന അതിനേക്കാൾ ഒത്തിരി കൂടുതൽ ഈ ബ്ലൂ ലൈറ്റിലേക്ക് മോത്തുകൾ കയറി വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു കളക്ഷൻ ആണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഒരു 2000 മുകളിൽ മൂത്തുകൾ നമ്മുടെ സ്ക്രീനിൽ വന്നു. സ്പീഷ്യസ് എത്രയാണെന്ന് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഒരു 1000 ചില്ലാനം ഫോട്ടോസ് തന്നെ ഇന്നലെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇനി അതിനകത്തിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതെല്ലാം സോർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൂണ മോത്ത്. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് കിട്ടിയത്. പിന്നെ ഹോക്ക് മോത്ത് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഹോക്ക് മോത്തുകളും കുറേ ഉണ്ടായിരുന്നു, കുറേ സ്പീഷീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ അലൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് അത് സംഭവിച്ചു. അറ്റ്ലസ് മോത്ത് വന്നിട്ട് സ്ക്രീനിന്റെ ചുറ്റും പറന്നിട്ട് തിരിച്ചു പോയി. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരിടത്തും ഇരിക്കുന്നില്ലായിരുന്നു. സ്ക്രീനിന്റെ പരിസരത്തൊക്കെ വന്നിങ്ങനെ പറന്ന് നടന്ന് അങ്ങ് പോയി, തിരിച്ചു പോയി. എന്നാലും നല്ല ആക്ടിവിറ്റി ആയിരുന്നു. ഞങ്ങൾക്കൊരു സ്ക്രീൻ വെച്ചൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല കളക്ഷൻ ആയിരുന്നു അവിടെ കിട്ടിയത്. ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അതിനകത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടാൽ അറിയാം, അതുപോലെ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ നല്ലൊരു ഒബ്സർവേഷൻ കിട്ടി. പിന്നെ ഈ ഇങ്ങനെ മോത്തിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ടിപ്സ് ഒക്കെ നേരത്തെ തന്നെ വളപ്പിൽ സാറിനെ കിട്ടിയിട്ടുണ്ട്. കാരണം പല പ്രാവശ്യം തുമ്പി സർവേക്കൊക്കെ പോയപ്പോഴത്തേന് ഞങ്ങൾ ഒരുമിച്ച് പല ക്യാമ്പുകളിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അപ്പം സാറിന്റെ വൈകിട്ട് ഉള്ള മെയിൻ പരിപാടി ഇതായിരിക്കും, മോത്തിങ് ആയിരിക്കും. അപ്പം നമ്മൾ ഒപ്പം കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കിയത് വെച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഈ മോത്ത് വീക്ക് വന്നപ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം സാറിന്റെ ടിപ്സും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി.
അപ്പം ഈ മൂത്ത് വീക്കിന് അത്യാവശ്യം നല്ലൊരു ഇത് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ പറ്റി, അതുകൊണ്ടുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എൻ്റെ കൂടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ടോണി സാറ് ഇപ്പോൾ ഗ്രൂപ്പിലുണ്ട്. ടോണി സാറ്, പിന്നെ ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞിട്ട് തൊടുപുഴയുള്ള ഡോക്ടറാണ്. പിന്നെ വേറെ ഒരു 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, അഖിൽ പിന്നെ അജിത്ത്. അപ്പം ഞങ്ങളെല്ലാവരും ഈ തുമ്പിക്കൂട്ടായ്മയിലും കൂടെ ഉള്ളതായതുകൊണ്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുമിച്ച് കൂടിയതാണ്. അപ്പം അത്രയും തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും. രാജീവൻ സാറ് സംസാരിച്ചാൽ നന്നായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഗ്രൂപ്പിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവിടെ ലിങ്ക് കണ്ടപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കേൾക്കാം എന്ന് മാത്രം വിചാരിച്ച് വന്നതാണ്. ഞാൻ ഇതിൽ ഇൻവോൾവ് ആയിരുന്നില്ല. പിന്നെ ഐനാറ്റിൽ മനോജിന്റെ ഒരു ഇൻസ്പിറേഷനോട് കൂടിയിട്ട് 2020 ആ കോവിഡ് സമയത്താണ് ചേർന്നത്. കുറച്ച് അധികം ഒബ്സർവേഷൻസ് ഇല്ല, ഒരു 100ഓളം ഒബ്സർവേഷൻസേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി പ്രകൃതി സ്നേഹികളോടുള്ള സ്നേഹം കൊണ്ട് ഇതിനകത്തുനിന്ന് കേൾക്കാൻ വന്നതാണ്. പ്രത്യേകിച്ചൊന്നും മനോജ് ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ്സിലായിരുന്നു. അപ്പോൾ ഒരു രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. താല്പര്യം കുറച്ച് ഫോട്ടോഗ്രാഫിയും അതുപോലെ ഈ ബയോഡൈവേഴ്സിറ്റി ഒക്കെ താല്പര്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്റെ ഫീൽഡ് ഇതല്ല. ഓക്കെ, താങ്ക് യു മാഷെ. അടുത്തത് ശ്രീനിവാസൻ സാറ് സംസാരിക്കോ? നമസ്കാരം. ഞാൻ എൻ്റെ പേര് ശ്രീനിവാസൻ. സ്ഥലം ചാലക്കുടിക്ക് അടുത്താണ്, അതിരപ്പള്ളി പോകുന്ന വഴിയാണ്. ഇവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ തുമ്പൂർമൊഴി കാറ്റൽ ബ്രീഡിംഗ് ഫാമിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ 2020 ഈ ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതിനുശേഷം 1 വർഷം ആകാറായപ്പോൾ ഫിറോസ്, ബാംഗ്ലൂർ DRDOയിൽ വർക്ക് ചെയ്യുന്ന ഫിറോസാണ് പിന്നീട് എന്നെ ഐനാച്ചുറലിസ്റ്റിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള സഹായമൊക്കെ ചെയ്തു തന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു തന്ന് അതിനൊരു നിർബന്ധിച്ചത്. അങ്ങനെ അപ്പോഴാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ വർഷം തന്നെ 2021 മോത്ത് വീക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒക്കെ ചെയ്തു എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഉള്ള വർഷങ്ങളിൽ അത് കാര്യമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ടും നടന്നിരുന്നില്ല. അന്ന് എനിക്ക് ഐനാച്ചുറലിസ്റ്റിലൊക്കെ അന്ന് എന്തെങ്കിലും ഇടുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം അത്രയും കാണുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് വളരെ പെട്ടെന്നൊക്കെ ഇത് ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ MP, പിന്നെ നമ്മുടെ മഹേഷ് ഒക്കെ അന്ന് നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഐനാച്ചുറലിസ്റ്റിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഇട്ടാൽ മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ താരതമ്യേന നല്ല ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം. പിന്നെ ഇപ്പോൾ ഈ മൺസൂൺ ബയോഡൈവേഴ്സിറ്റി ഒരു പരിപാടി നടക്കുന്ന കാരണം അതിൽ കുറേ ഇത് ഒബ്സർവ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. അത് പിന്നെ ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യാൻ വളരെയധികം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോത്തിൻ്റെ ഇത് കാര്യമായിട്ട് അങ്ങനെ പറ്റിയില്ല. പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂറസെൻ്റ് ലൈറ്റ് പോലും നമ്മുടെ ഈ ഭാഗത്തൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല. കയ്യിലുണ്ടായത് ഒരെണ്ണം വീടിൻ്റെ മുകളിലാണ് ഇത് വെക്കാറുള്ളത്. അപ്പോൾ അത് ഈ കുരങ്ങിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. അത് വന്ന് തട്ടിയിട്ട് കളഞ്ഞു ഒരു ഫ്ലൂറസെൻ്റ് ട്യൂബ്. പിന്നെ വേറെ ഒരെണ്ണം വാങ്ങാനായിട്ട് നോക്കിയപ്പോൾ അത് 2 അടിയുടെ ആയിരുന്നു. അപ്പോൾ 2 അടിയുടെ ട്യൂബ് കിട്ടാനില്ല, 4 അടിയുടെ ട്യൂബാണ് കിട്ടാനുള്ളത്. ആക്ടിനിക്കൊന്നും UV ട്യൂബൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഇവിടെയൊക്കെ അന്വേഷിച്ച് ഞാൻ തൃശ്ശൂർ വരെയൊക്കെ പോയി നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇന്നലെയാണ് ഒരു പഴയൊരു ചോക്കും 4 അടിയുടെ ട്യൂബ് ഫിറ്റ് ചെയ്യാനുള്ള ചോക്കൊക്കെ സംഘടിപ്പിച്ച് ഇന്നലെയാണ് പിന്നെ രണ്ടാമത് ഒന്ന് ആരംഭിക്കാൻ പറ്റിയത്. പക്ഷെ ഇത് ചെയ്തപ്പോൾ
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിരുന്നതിനും കുറേ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസാണ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഡൈവേഴ്സിറ്റി കാണുമ്പോൾ അത്ഭുതം തോന്നാണ്. ഇത്രയധികം നമ്മൾ ഒരു ദിവസം കാണുന്നതല്ല പിറ്റേ ദിവസം കാണുന്നത്, അങ്ങനെ ഒരുപാടെണ്ണം കൂടി വരുന്നു. അപ്പം ഇത് ഇത്തരം ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നോക്കിയത്. ഇല്ലെങ്കിൽ ടൈം കിട്ടില്ല. വളരെ പകൽ മുഴുവൻ ഞാൻ ജോലിക്ക് ഇടയിലും ഈ ഒബ്സർവേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും വിട്ടുകളയരുത് എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത്. അപ്പം എൻ്റെ വാർഡിൽ തന്നെ ഒരു 190ഓളം ബട്ടർഫ്ലൈസ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ iNaturalistൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വളരെ എളുപ്പത്തിലെല്ലാം ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണ് ഈ iNaturalist എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്പീഷീസും തരംതിരിച്ച് നമ്മൾ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, ഓരോ സ്ഥലത്തും ലൊക്കേഷൻ അനുസരിച്ച് അത് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത്. അത് ആദ്യമൊന്നും എനിക്ക് അത്ര അതിൻ്റെ അത് ഗുണം മനസ്സിലായിരുന്നില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗുണമൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടുന്ന് എത്ര കിട്ടി, ഈ സ്ഥലത്തു നിന്ന് ഞാൻ എത്ര സ്പീഷീസ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ വളരെ എളുപ്പം സാധിക്കുന്നുണ്ട്. കേരളത്തിൽ എത്ര കിട്ടി, വേറെ സർവേക്കൊക്കെ പോകാറുണ്ട് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അതിലൊക്കെ കിട്ടിയത് പലപ്പോഴും അപ്ലോഡ് ചെയ്തൊക്കെ അങ്ങനെ അതൊക്കെ നോക്കിയെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ അത് നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ കൂടുതൽ ഒബ്സർവേഷൻ ഇപ്പോൾ നോർത്ത് വീക്ക് കഴിഞ്ഞാലും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസം സമയമൊക്കെ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതിലൊക്കെ പങ്കെടുത്തതിന്. ഓക്കെ. ഓക്കെ, താങ്ക് യു ശ്രീനിവാസ് ചേട്ടാ. മഞ്ജുഷ ടീച്ചർ ഒന്ന് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഒരു മേഖലയിൽ വളരെ പുതിയ ഒരാളാണ്. ഞാൻ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, പഠിക്കുന്ന ഒരു സ്റ്റെപ്പിലാണ്. പിന്നെ മോത്തുമായിട്ടുള്ള ഒരു പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മോത്തിന്റെ സ്പീഷീസും അതിന്റെ ഫാമിലി വൈസ് സ്പെസിമെൻ കളക്ഷനും റെയറിങ്ങും ഡിസെക്ഷൻ അങ്ങനെയൊക്കെയുള്ള കുറെ വർക്കുകൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടില് മോത്തൊക്കെ വരുന്ന സമയത്ത് പരിചയക്കാരും എല്ലാം ഉണ്ടോ, നമുക്ക് ക്രോപ്പ് പെസ്റ്റ് ആണ് കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നേ. അപ്പൊ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യും, പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു അത് ആ ഒരു രീതിയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് അന്നോട്ട് ഇന്നവരെ ചെയ്യുന്നുണ്ട്. അതുപോലെ മോസ്റ്റ് വീക്ക് ഭാഗമായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ വളരെ അത്ഭുതത്തോടെ വളരെ ക്യൂരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എത്ര ഗംഭീരമായിട്ടാണ്, എത്ര സീരിയസ് ആയിട്ടാണ് ഈ ഒരു മേഖലയിൽ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്, വളരെയധികം മോട്ടിവേഷനാണ്. അപ്പം ഞാനും ഇക്കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത തവണ ഇതുപോലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയാനാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ചെയ്യുന്ന വർക്കുകൾക്കെല്ലാം ഒരുപാട് അഭിനന്ദനങ്ങൾ. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചന്ദ്രലേഖ സിറ്റി. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാം. ഞാൻ ചന്ദ്രലേഖ. ഞാൻ ഈ മോത്ത് വീക്കിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ശരിക്കും ഞാൻ ബോട്ടണിയാണ്. ഞാൻ പ്ലാന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയല്ലാതെ അതിൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങനെ മോത്തുകളെ കണ്ടിട്ടുള്ളത്. അവയെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അവയെ പറ്റി ഐഡന്റിഫിക്കേഷനോ ഇങ്ങനെ ഒരു കൂട്ടായ്മയോ ഉണ്ടെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലുമൊക്കെ എനിക്ക് അതിനകത്ത് ID പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ID കറക്റ്റ് ചെയ്ത് കറക്റ്റ് ID എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടാറുണ്ട്. iNaturalistൽ ഉണ്ടെങ്കിലും ഞാനൊന്നും അപ്ലോഡ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ കൂട്ടായ്മയുടെ കൂടി ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും ഇതിൽ പെട്ടത്. സത്യം പറഞ്ഞാൽ
പിന്നെ മോത്ത് സ്ക്രീൻ സെറ്റ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ ചെടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ഈ കണ്ടതൊക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വളപ്പിൽ സാറിൻ്റെ ആ ഒരു മീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നത് ഈ നേരത്തെ എടുത്ത ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം ഒരുപാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ശരിക്കും മോത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഇത് ഇത്രയേറെ ഉണ്ടെന്നും ഒന്നൊന്നിന്ന് വ്യത്യസ്തമാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. ഞാൻ അത്രയ്ക്കൊന്നും മൂത്തുകളെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അത് ശരിക്കും ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഐഡന്റിഫിക്കേഷൻ നേരത്തെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒട്ടുമേ അറിയില്ല. പിന്നെ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തിൽ കിട്ടുന്നതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഗൂഗിൾ ലെൻസ് പോലുള്ള സോഷ്യൽ മീഡിയ ടൂളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും പ്രയാസമാണ്. എങ്ങനെ പക്ഷെ ഒരു കൂട്ടായ്മ ഉള്ളപ്പോൾ നമുക്കതിൽ അതിൽ നിന്ന് ഐഡിയ കിട്ടുന്നതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ അധിക സമയമൊന്നും ഞാനിപ്പോൾ ഇതിൽ ഇത്രയും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത്രയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ശരിക്കും ഇത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ കരുതിയതാണ്. കാരണം ഞാൻ അതിനുവേണ്ടി ഒരു അധിക സമയമൊന്നും ചെലവഴിച്ചില്ല. എൻ്റെ വീട്ടിൽ വന്ന് പെട്ട മൂത്തുകളെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാനത് പറയുമ്പോഴും എൻ്റെ മുമ്പിൽ കൂടെ ഒരു മൂത്ത് പറന്നു പോകുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ, അപ്പൊ ഞാനത് എടുത്തിടാം. അപ്പൊ അങ്ങനെ ഇവിടെ വരുന്നതാണ്. ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെയൊക്കെ മോസ്ക്രീൻ സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ മോസ് പറന്ന് നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിനെ അല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാവരും കുറച്ചുകൂടെ ആൾക്കാർ ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞവരൊക്കെ തന്നെ കുറച്ചുകൂടി ഉത്സാഹിക്കുകയാണെങ്കിൽ ഒരുപാട് മോസിനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഈ കിട്ടിയതൊന്നും അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാടുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത്, ചെടികളുടെ ഇലയുടെ അടിയിലൊക്കെ പോയിരുന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തതൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തതിലും കൂടുതൽ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഒരു ക്വാളിറ്റി തീരെ പോയത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് മോത്ത് വീക്കിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് മോസിനെ നമുക്ക് iNaturalistൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഈ കൂട്ടായ്മ വന്നു പെട്ട് നിങ്ങളെല്ലാവരും തരുന്ന സഹായങ്ങൾക്ക് വളരെ വലിയ നന്ദി. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും വലിയ മോസുകൾ എൻ്റെ മുമ്പിൽ കൂടെ പറന്നു പോകുന്നത്. അപ്പൊ അത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും എല്ലാ ദിവസവും ഞാനൊരു ചെറിയ സമയമെങ്കിലും ഈ ചെടികളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. ഇപ്പൊ ആ കൂടെ മോസ് കൂടെ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചറെ. അടുത്തത് ആരോൺ വർത്താനം പറയും. പറഞ്ഞോ. മോത്തിന്റെ കാര്യങ്ങൾ പറയേ. ആരോൺ പറയും. എന്റെ പേര് ആരോൺ. എന്തൊക്കെ മോത്തിനെ കണ്ടു? ടൈഗർ മോത്ത്. പിന്നെ ഒരു മോത്തിന്റെ അറിയില്ല. എന്താ അതിന്റെ കളറ്? ബ്ലാക്ക് ഉണ്ട്. എന്നിട്ട് അതെന്താ ചെയ്യുന്നേ? ശരി. ഇല്ല, ഇവിടെ മകൻ കുറച്ച് മോത്തിനെ ഫോട്ടോ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഏതാണ്ടൊരു 2018 തുടങ്ങി ഞാൻ മോത്തിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തവണ കാല് സുഖമില്ലാത്തത് കൊണ്ട് എന്താ പറയാ, നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാര്യമായിട്ട് സ്ക്രീൻ ഒന്നും വെക്കല് നടന്നില്ല. അല്ലെങ്കിൽ ഒരു 100-120 മോത്ത് സ്ക്രീൻ വെച്ച് കിട്ടുന്നതാണ്. അപ്പോ ഈ തവണ കാര്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലും ഒന്നും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് iNaturalistൽ വരുന്ന ഒബ്സർവേഷൻസ് ടാഗ് ഇല്ലാതെ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് ഒക്കെ ഒരു ബേസിക് ടാഗ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഈ തവണ ഈ പറഞ്ഞ പോലെ ഐഡന്റിഫിക്കേഷൻ ആളുകളുടെ ഒരു കുറവുണ്ട്. അത് പലരും വ്യക്തി ജീവിതത്തിൽ തിരക്കായതുകൊണ്ടാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണനാണെങ്കിലും ബാക്കിയുള്ള ഹനീഷ് സാറാണെങ്കിലും ഒക്കെ എല്ലാവരും അവരാണ് തുടക്കകാലത്ത് നമുക്കുള്ള കുറേയധികം ഊർജം ഇതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഒരുപാട് സമയം ചെലവാക്കുകയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മോത്തുകൾക്കും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഐഡന്റിഫിക്കേഷനൊക്കെ അവർ ചെയ്തിരുന്നത്.
പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നമ്മളത് പതുക്കെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഇതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെല്ലാവരും അത് ബേസിക് ഐഡൻറ്റിഫിക്കേഷനൊക്കെ ഫാമിലി തലത്തിലും കോമൺ ആയിട്ട് കാണുന്ന മോത്തിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കണ്ടിട്ടുള്ള മോത്തുകളൊക്കെ വെച്ചിട്ട്, പക്ഷെ എനിക്ക് ഇതിൻ്റെ ശാസ്ത്രനാമമോ അതിൻ്റെ അതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അത് മനസ്സിലാക്കാൻ ഇച്ചിരി നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ പലപ്പോഴും മലയാളം പേരുകൾ വെച്ചിട്ടാണ് പലതും ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ രാഗമാലികയായാലും ഇപ്പോൾ ബ്ലൂ ടൈഗർ മോത്തും ഒക്കെയാണ് ആകെ ഇംഗ്ലീഷ് പേര് അറിയുന്നുള്ളൂ. അത് വെങ്കണ നീലി ആയാലും അങ്ങനെയുള്ള പേരുകളിലാണ്. അപ്പം ഞാനതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം വിക്കിപീഡിയയിലെ മോത്തുകളെ കുറിച്ചുള്ള ലേഖനം അത് മലയാളത്തിൽ അത് കിട്ടുന്നതൊക്കെ അത് എഴുതി വെച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് പഠനത്തിനും കൂടിയിട്ടുള്ള ഒരു അവസരമാണ്. എന്നാലും അതെ, എനിക്ക് ശാസ്ത്രനാമം പഠിക്കൽ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് അത്തരം ശാസ്ത്രീയമായിട്ട് അതിനെ പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ കാണുക, ഒബ്സർവ് ചെയ്യുക. പലപ്പോഴും ഉണ്ണികൃഷ്ണനൊക്കെയാണ് എനിക്ക് തുടക്കത്തിൽ എന്താ പറയുക ഒരുപാട് ഇത് തന്നിട്ടുള്ളത്. കാരണം വളരെ റെയറായിട്ടുള്ള മോത്തുകൾ പലതും എൻ്റെ ഒബ്സർവേഷനിൽ പുള്ളി മുങ്ങി തപ്പി എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഓക്കെ, അപ്പോൾ ഇത്രയും അപൂർവമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് നമ്മൾ പിന്നെയും രാത്രികൾ ഇങ്ങനെ ഉറക്കൊഴിച്ച് നമുക്ക് ഇരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത്. അത് പലതും രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് പല മോത്തുകളും വന്നു പോവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പലപ്പോഴും എൻ്റെ ജോലി ഒരു 2 മണി വരെയുള്ള ഒരു സമയത്തായിരിക്കും. ഒരു 6-7 മണി തുടങ്ങി 2 മണി വരെയുള്ള ഒരു സമയമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി മുമ്പ് ചെയ്തിരുന്നത് ഓരോ മണിക്കൂറും ഗ്യാപ്പ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നേരം സ്ക്രീനിൽ പോയി അപ്പോൾ കാണുന്ന എല്ലാ മോത്തുകളുടെയും ഒരു പടം എടുത്ത് വരിക എന്നുള്ളതാണ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം വീട്ടിൽ സ്ക്രീൻ വെക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് നല്ലൊരു മോത്ത് സ്ക്രീൻ വെക്കണം. കുറേം കൂടിയും കാടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ തവണ ചെയ്യണം എന്നൊക്കെ പ്ലാനൊക്കെ ഇട്ടതാണ്, ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കാലൊന്ന് പ്ലാസ്റ്റർ ആയതോട് കൂടിയിട്ട് ആ പ്ലാനൊക്കെ പിന്നെ ഉപേക്ഷിക്കാനുണ്ടായത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അടുത്ത് കിരൺ സംസാരിച്ചാൽ നന്നായിരിക്കും. മനോജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിൽ ഒന്നും പറയാനില്ല, ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. ഞാൻ ഇവിടെ UAE-ലാണ്, അബുദാബി. അപ്പോൾ അബുദാബിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കിട്ടുന്നില്ല രാത്രി പോലും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഡിഫ്രാക്ട് ചെയ്ത് ലൈറ്റ് പോകുന്നു, സിറ്റി ലൈറ്റ് ഭയങ്കരമാണ്. അപ്പോൾ രാത്രിക്ക് ഇരുട്ടില്ല. അപ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ ഒരു 300-400 കിലോമീറ്റർ അകലെയുള്ള വല്ല ഡെസർട്ടിലൊക്കെ പോയിട്ടാണ് നക്ഷത്രങ്ങളെ കാണാറ് ന്യൂസ് അടിക്കുമ്പോൾ. അപ്പോൾ മോത്ത് സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് പവർ ബാക്കപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട്. ബാറ്ററി ഒക്കെ വെച്ചിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ നോക്കി. പിന്നെയുള്ളത് ഇവിടുന്ന് പെർമിഷൻസ് കിട്ടാനൊക്കെയാണ്. ഈ നാട്ടിലെ പോലെയല്ല, നമുക്ക് എവിടെയെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഈവൻ ഒരു ക്യാമറ ട്രാപ്പ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ച് മോത്ത് സ്പീഷീസുകളെ കാണാറുണ്ട്. എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല മോത്തുകളെ കുറിച്ചിട്ട്. ലക്ഷ്മിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അറിയുള്ളൂ. ഈ VCD ക്ലാസ്സൊക്കെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഡെഡ് ഹെഡ് മോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ലാർവേനെ എനിക്ക് ഇവിടെ സിറ്റി പാർക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് റെയർ ചെയ്തിരുന്നു, 2-3 എണ്ണത്തിന് റെയർ ചെയ്തിരുന്നു. അത് നല്ല അനുഭവമായിരുന്നു, വിരിഞ്ഞ് പോകുന്നതൊക്കെ. പിന്നെ ചെറിയ ഈ പറഞ്ഞ പോലെ മൈക്രോമോത്തുകളൊക്കെ കാണാറുണ്ട്. ഈ ഹാൾ ഓഫ് ഫെയിമിലുള്ള ഒറ്റാളെയും മോത്തോ അല്ലെങ്കിൽ അറ്റ്ലസ് മോത്തിനെ ഒന്നും കണ്ടിട്ടില്ല. നാട്ടിലെന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നാട്ടിൽ വരുമ്പോൾ ചെയ്യണം. എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ പോലെയുള്ളവർ പറയുന്നത് ഇങ്ങനെ ഒരു കുറച്ച് അസൂയയും കുറച്ച് സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. താങ്ക് യു. ടോണി മാഷ് ഉണ്ടായിരുന്നു. മാഷ് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല, ലെഫ്റ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. വേറെയും 1-2 പേര് ജസ്റ്റ് എത്തി നോക്കി പോയിരുന്നു. എനിക്ക് തോന്നുന്നു സ്നേഹ ടീച്ചർ പറയാം. 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ച് നന്നായി. അല്ലെങ്കിൽ സ്നേഹ ടീച്ചർ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. മനു, ഞാൻ ക്ഷമയ. പിന്നെ നമ്മുടെ ഇപ്പോ നമ്മൾ 1-2 പിന്നെ ഒബ്സർവ് ചെയ്തവര് പറയുന്നുണ്ടായി, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ ഈ നാച്ചുറൽ ഐനാറ്റ് വീക്കിൽ നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്ലോഡിങ്
ഇന്ന് 12 o'clock ഉള്ളിൽ നടക്കണം എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു തോന്നല്. ഈസ് ദാറ്റ് കറക്റ്റ്? അല്ല 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 ഒബ്സർവേഷൻ ടൈം ഇപ്പോഴാവണം. അപ്ലോഡിങ് നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവരതിനൊരു ഡേറ്റ് ആൻഡ് ടൈം ഇപ്പോഴത്തായിരിക്കണം എന്നേ ഉള്ളൂ അല്ലേ? ഒബ്സർവേഷൻ നമ്മൾ എടുത്തിട്ടുള്ള ഒബ്സർവേഷൻ ഈ ഒരു വീക്കിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ മനു. അത് എപ്പോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അതാണ്. ഓക്കെ മനു. ഓക്കെ, ക്ലാരിഫൈഡ്. താങ്ക് യു. ആസ്റ്റിൻ എന്തെങ്കിലും ഉണ്ടോ? ഈസ് എനിത്തിങ് നീഡ് ടു ക്ലിയർ? എനിക്ക് കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് ചോദിക്കാവോ? Okay. ചോദിക്കൂ. So if I wanted to put like a moth screen for finding moths, but two doubts I have is, do I have to use UV lamp or anything, or can I just use a normal LED? Can I? For that, I think we need to buy some special light, like UV lights, like things, and just put a white cloth in a open space, and just do the light projection to the screen. Okay. Okay then. Thank you. So just search for this UV light. But the availability of this light, it's not a commonly used equipment, so availability will be very less. That's the thing. I think I am also searched a lot in Kannur area. Almost all shops I did inquiry, but still the product is not available in market. So I think we are thinking, I think I found some interesting circuits in internet in this moth related thing. I think we can try to make a custom equipment with the help of some electronics expert. Okay. So okay. We will discuss it for later for getting a better equipment for this light source. Okay. Okay then. Thank you. സ്നേഹ ടീച്ചർ ഒന്ന് ടേക്കപ്പ് ചെയ്ത് അവസാനിപ്പിക്കായിരിക്കും നന്നാവുക. വേറെ ആരെങ്കിലും ഉണ്ടോ? മിസ്സായിട്ടുള്ളവരുണ്ടോ സംസാരിക്കാൻ? രഞ്ജിത്ത് മാഷ് പറഞ്ഞോളൂ. ഞാൻ ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം ആഡ് ചെയ്യാനാണ്. ഈ അൾട്രാവയലറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് ഇച്ചിരി സൂക്ഷിച്ച് വേണം. അത് കണ്ണിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പലർക്കും അങ്ങനെ ഇതുണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് നോക്കി മേടിക്കുന്നത്. ചില UV ലൈറ്റ്സ് കണ്ണിന് വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഒരാഴ്ചക്കൊന്നും കാഴ്ച പോലും ഉണ്ടാവില്ല കുറച്ചു നേരം ഇതിൽ എക്സ്പോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം UV ലൈറ്റ് ഒരിക്കലും അഡ്വൈസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ LED അതുപോലെ തന്നെ അധികം മൂത്തിന് പറ്റിയതല്ല. ഫ്ലിക്കറിങ് കൂടുതലായതുകൊണ്ട് മൂത്തുകൾ അധികം LED വരാറില്ല. നോർമൽ ട്യൂബ് അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പ് അല്ലെങ്കിൽ ഈ ബ്ലൂ ലൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ ഡിസൈൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് അതൊന്ന് ഗ്രൂപ്പിൽ ബാക്കി ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ആ ലിങ്ക് ഒന്ന് താല്പര്യമുള്ളവരൊന്ന് തുറന്നു നോക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ. ഒരാളും കൂടി ഉണ്ട്, സെയ്ദും കൂടി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ. അതായത് ചിലര് മോത്ത് സ്ക്രീൻ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് കാര്യം കൂടി ഒന്ന് ആഡ് ആക്കാനാണ്. ഒന്ന്, ഈ കമ്മ്യൂണിറ്റി കാരണമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നത്തെ മോത്ത് വീക്കിലുള്ള ഞാൻ ചെയ്ത ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കി. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്താണ്, കൊറോണയുടെ സമയത്താണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വെബിനാറിൽ കേട്ടിട്ട്, VC സാറിൻ്റെ തന്നെ ആയിരുന്നു വെബിനാർ. അപ്പം അത് കേട്ടിട്ട് ഇങ്ങനെ തുണി വെക്കണം, പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റ് വെക്കണം എന്നൊക്കെ കേട്ടിട്ട് ഞാനും കുറച്ച് പിള്ളേരും ഒക്കെ കൂടി കുറച്ച് ശീമക്കൊന്നയുടെ വടിയും പിന്നെ ഒരു തുണി എടുത്തുകൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയിട്ട് ഇത് അവിടെ വെച്ചു. എന്നിട്ട് വേറെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വെച്ചത് നോർമൽ എമർജൻസി ലൈറ്റ് ആയിരുന്നു. അപ്പം അന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, എന്നാലും 2-3 സ്പീഷീസ് ഒക്കെ കിട്ടി. പിന്നെ കുറേ ചെറിയ പുൽച്ചാടി അതും ഇതും ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഈ സ്ട്രീറ്റ് ലാമ്പുകളില്ലേ, ഈ വലിയ വലിയ സ്ട്രീറ്റ് ലാമ്പുകളുടെ ചോട്ടിൽ ഒരുപാട് മൂത്തുകൾ ഉണ്ടാവും. പിന്നെ ഞാൻ ആ വർഷം തന്നെ മോത്ത് സ്ക്രീൻ വെക്കുന്നത് നിർത്തിയിട്ട് പകരം ഞാൻ ഇങ്ങനെ നോക്കി പോകാൻ തുടങ്ങി. രാത്രി ആയി കഴിഞ്ഞാൽ സൈക്കിളും ക്യാമറ എടുത്ത് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ ഓരോ വലിയ വലിയ സ്ട്രീറ്റ് ലാമ്പിന്റെ ചോട്ടിൽ ഇലയുടെ അടിയിലായിട്ട് ഒരുപാട് മൂത്തുകൾ എനിക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങി. ആ ഒരു വർഷം ഞാൻ ലീഡർ ബോർഡിൽ വന്നിട്ടുണ്ടായിരുന്നു, കാര്യമായിട്ട് മോത്ത് സ്ക്രീൻ ഒന്നും ഇല്ലാതെ തന്നെ.
പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള അയൽപക്കത്തുള്ള പുരയിലൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തൊരു പാറ്റ ഈ ഇതിൽ പാറി വന്നു കഴിഞ്ഞാലും കുട്ടികൾ വിളിക്കും, ഒരു സാധനം വന്നതെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ വല്ല കൂറയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ അത് അവരെ തളർത്താതെ അത് കൊള്ളാന്ന് പറയും. അപ്പൊ അടുത്ത എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും വിളിക്കും. അപ്പോ അതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. സ്ക്രീൻ പ്രോപ്പർ ആയിട്ട് ഞാൻ ഇക്കൊല്ലം മാത്രമേ വെച്ചത്. അതിന്റെ മുന്നത്തെ കൊല്ലം ഇതുപോലെ ഇവിടെ ആരോ പറഞ്ഞു ഈ ഞങ്ങളുടെ കോളേജിലെ മെസ്സിലുള്ള ഇൻസെക്ട് റിപ്പല്ലന്റ് ലാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് അതിന് പൊട്ടിച്ച് ആ ഒരു ലാമ്പ് പുറത്തെടുത്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിലൂടെയാണ് ഞാനും ഇതിലോട്ട് എത്തി. എനിക്ക് മുന്നേ വേറെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒന്നും സയന്റിഫിക് ആയിട്ട് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഈ ക്ലാസ്സിനുപരി ഒരു ഫീൽഡ് ട്രെയിനിങ് എന്നായിട്ട്. പക്ഷേ ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ കേൾക്കുന്ന ഡിസ്കഷൻസും കാര്യങ്ങളാണ് ഇത് ചെയ്യാനുള്ള പ്രചോദനവും അതിലുള്ള ഒരു ഇൻസ്പിറേഷനും എല്ലാം തന്നെ. താങ്ക് യു വെരി മച്ച്. മാഷ് രഞ്ജിത്ത് മാഷും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഇല്ലല്ലോ, അറിയാതെ സംഭവിച്ച കേട്ടോ. ഓക്കെ, സ്നേഹ ടീച്ചറെ, എനിക്ക് തോന്നുന്നു നിങ്ങളത് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേഹ, സസ്യദ് കോളേജിലെ ഫോറസ്ട്രി അധ്യാപികയാണ്. ഞാൻ കമ്പാരിറ്റീവ്ലി വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയിലെ ഒരു പുതിയ മെമ്പറാണ്. ഒരു വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതാണ് വിഷയമെങ്കിൽ അത് ഫോറസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് വിഷയമെങ്കിലും ഇത് പഠിക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ പേപ്പറൊക്കെ എഴുതുക, പബ്ലിഷ് ചെയ്യുക എന്നല്ലാതെ ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു വർക്ക് പോയി വന്നിട്ട് നമ്മളിങ്ങനെ വി സി മാഷിന്റെ കൂടെ നടക്കുന്നു, അവിടെ കാണുന്നൊക്കെ കേൾക്കുന്നു, പഠിക്കുന്നു. വൈകുന്നേരം വന്നപ്പോ മനോജാണെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ വോക്കിന്റെ റിപ്പോർട്ട് എഴുതണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോ നമ്മുടെ കയ്യിൽ റിപ്പോർട്ടൊന്നും ഇല്ല. ആ സമയത്താണ് ഇങ്ങനെ ഫോട്ടോ എടുക്കണം, ഡോക്യുമെന്റേഷൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനോജ് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. പിന്നെ ഐനാച്ചുറൽസിലേക്ക് ആക്റ്റീവായി വന്നത് സിറ്റി നേച്ചർ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ മൂത്ത് വീക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പം അതിനുശേഷം ഈ വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മൂത്ത് ചലഞ്ച് വെക്കുന്ന അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒബ്സർവേഷൻ എടുക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ചലഞ്ച് തുടങ്ങി അന്ന് തൊട്ട് വീട്ടില് നോക്കുന്നുണ്ട്. പക്ഷെ വഴിതെറ്റിപ്പോലും ഒരു മൂത്തും ഈ ഭാഗത്തൊന്നും വരുന്നില്ല. അടുത്ത വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2 or 3 ഒബ്സർവേഷൻസ് ആണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഉച്ചക്ക് കോളേജിൽ ഇരിക്കുമ്പോൾ തോന്നി നേരെ പൈതൽമലക്ക് വിട്ടാലോ എന്ന്. അങ്ങനെ എൻ്റെ ഒരു കൊളീഗ് ഈ മൂത്തിൽ റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ആളുടെ കയ്യിൽ നിന്ന് 3-4 ലാമ്പും വാങ്ങിച്ച് ഇവിടുന്ന് ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു 6 മണി ആയപ്പോൾ അവിടെ പോയി സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തു. പൈതൽമലയുടെ ഒരു സ്റ്റേഷൻ വന്നിട്ട് മഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്, കാപ്പിമലയിൽ നിന്ന് അടുത്താണ്. അവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരു അബാൻഡൻ സ്ഥലമാണ് അത്, ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ സ്ക്രീൻ സെറ്റ് ആക്കി 6:15 ആയപ്പോ തന്നെ കുറച്ച് ഇരുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ 1-2 ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മളിങ്ങനെ ഓക്കെ വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, അങ്ങനെ. പിന്നെ 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് വരാൻ തുടങ്ങി. 8 മണി, 9 മണി, 10, 11:30 വരെ നമ്മൾ നോക്കി. പിന്നെ നമ്മൾക്ക് ആകെ കിളി പോയ അവസ്ഥയാണ്. ഏതിനെ കണ്ടു, ഏത് വന്നു, ഏത് പോയി എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായപ്പോ നമ്മൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോരാ ചെയ്തതെന്ന് വെച്ചാല് നമ്മളിപ്പോ ബട്ടർഫ്ലൈയും ബേർഡ്സ് അതിനൊക്കെ ഡോക്യുമെന്റ് ചെയ്യാൻ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ മോത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നെഗ്ലക്ട് ചെയ്ത ഒരു സാധനമാണ്. കളറില്ല അല്ലെങ്കിൽ ചന്തയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് വെച്ചാല് ഭയങ്കര അമേസിങ് റിസൾട്ട് ആയിരുന്നു. പല കളറിലുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മൂവ്സിനെ കിട്ടി. പിന്നെ 11:30 ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇതിനൊക്കെ കണ്ടു. പിന്നെ ഈ ലൈറ്റ് 2 സ്ക്രീനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ, 4 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം, നമ്മുടെ കൂടെ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. ഇവർക്ക് ഫോട്ടോ എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല, ക്യാമറയൊക്കെ ചൂടായി ഫോണൊക്കെ ഓഫ് ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ അവസാനിപ്പിച്ചിട്ട് പോരാ ഉണ്ടായത്. അതൊക്കെ ഐനാച്ചുറലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് മൂത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, കണ്ടാ മൂത്താണെന്ന് അറിയാം എന്നല്ലാതെ ബട്ടർഫ്ലൈസിനെയാണ് കുറച്ചെങ്കിലും അറിയാം. ആരുടെയെങ്കിലും സഹായത്തില് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റും വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റി, അതുപോലെ മനോജ്, ദീപ ഡോക്ടർക്ക് അവർക്കൊക്കെയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നമ്മളതങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്താ പറയുക, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ ഒരു പിന്നെ ഇത്രയും ആളുകൾ പറഞ്ഞ പ്രത്യേകിച്ച് ലീഡർ ബോർഡിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ ഒരു ഒരു എന്താണ് ഡു ഇറ്റ് യുവർ സെൽഫ് ഒരു പിന്നെ മോഡ് സ്ക്രീൻ എങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. ആരുടെയെങ്കിലും ഒരു അടുത്ത തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് കേട്ടിരുന്ന ഒരു മിക്കവാറും ആൾക്കാർക്ക്, ബാക്കൗട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യണം എന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇതൊരു നല്ല മീറ്റിംഗ് ആയിരുന്നു. ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി, കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തന്ന. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഒബ്സർവേഷൻസും എന്താ പറയുക, വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതങ്ങനെ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ മാത്രം ചെയ്യേണ്ടതൊന്നല്ല. ഒഴിവുള്ള സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അമാവാസി ദിവസങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒപ്പം കൂട്ടം ചേർന്ന് സ്ക്രീൻ വെക്കുക. പറ്റുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനും അതേ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കിനി ഈ പറഞ്ഞ പോലെ നാഷണൽ മോത്ത് വീക്കുമായിട്ട് അടുത്ത വർഷം നമുക്ക് ആ സമയമാകുമ്പോഴേക്കും ഒരു ഗൈഡ് ലൈനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്യുപ്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഡോക്യുമെന്റ് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പേർട്ടുകളുടെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് ചെയ്യാം. ഒരു സ്വന്തമായിട്ട് നമുക്കൊരു LED ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മൊത്തത്തിൽ ഒരു ഗവേഷണം പ്രാഥമികമായിട്ട് നടത്തിയതിൽ എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഇൻഫോർമേഷനും അത് പണി അറിയുന്ന ഇലക്ട്രോണിക്സ് അറിയുന്ന ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കി തരും. നമുക്കതൊരു പരീക്ഷണം നടത്തിയിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ എനിക്ക് തോന്നണേ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു ഓർഡർ എടുത്തിട്ട് അതിൻ്റെ ഒരു ന്യായമായിട്ടുള്ള പൈസയ്ക്ക് നമുക്കത് അതുണ്ടാക്കാനുള്ള ഒരു പൈസ നമ്മൾ പൂൾ ചെയ്തുകൊണ്ട് അത് അവർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന് ശ്രമിക്കാം. പക്ഷേ ഞാനിപ്പോൾ 1-2 എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈ സർക്യൂട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വർഷം നമുക്കൊരു, കാരണം അങ്ങനെ ഒരു സാധനം ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന മോത്തുകൾ മാത്രം വെച്ചിട്ട് അതിനൊരു ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ട്, നല്ല ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിനുള്ള നല്ലൊരു സമയം കണ്ടെത്തുക, ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മനു, പിന്നെ നമ്മൾ ഈ ഒരു മോത്ത് വീക്ക് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ 1-2 ആളുകൾ പറഞ്ഞു, അത് നമുക്ക് തന്നെ തോന്നി ഇന്നലെ. പിന്നെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ 2 ദിവസം മുന്നേ നിങ്ങൾ ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായതുപോലെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോത്ത് വീക്ക് എത്തുന്നതിന് മുന്നേ ഒരു വീക്കോ അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സ് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള, കുറച്ചും കൂടി നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു സ്ക്രീനിങ് ചെയ്യാത്ത ആളുകൾ നമുക്കൊന്ന് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു മോത്ത് വീക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ മോത്ത്സിനെ കൂടുതൽ ലൊക്കേഷൻസ് നിന്ന് കിട്ടുന്ന പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് പ്രയോജനപ്പെടുത്തിക്കൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതെ, അതിനുള്ളൊരു ശ്രമം എനിക്ക് തോന്നുന്നു എല്ലാവരും അത് ആലോചിക്കുക, അടുത്ത തവണ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത്. രഞ്ജിത്ത് മാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല മനോജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ കൂടുതൽ മോത്തുകളെ കാണാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
താങ്ക് യു.